പുതിയൊരു എഡ്ജ് ലൂപ്പോ അല്ലെങ്കിൽ വേർട്ടിസസോ ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് മോഡലിങ്ങിലെ നൈഫ് എന്ന ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ നൈഫ് ടൂൾ ഉപയോഗിക്കാനായി നിങ്ങൾക്ക് എഡിറ്റ് മോഡിൽ പോവുക. ഇവിടെ താഴെ വന്നാൽ ഈ ഒരു ഐക്കൺ കാണുന്നതാണ് നൈഫ് മോഡുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ ഇതേപോലത്തെ ഒരു നൈഫിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മെഷീനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനായി ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്ത ശേഷവും ഇവിടെ നമുക്ക് ഈ ഒരു ലൈന് കാണാം, ഒരു മെറൂൺ അല്ലെങ്കിൽ പിങ്ക് കളർ ലൈന്. അപ്പോൾ ഈ കട്ട് അപ്ലൈ ചെയ്യാനായി ഒന്നെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ഈ കട്ട് ഇപ്പോൾ ഇവിടെ അപ്ലൈ ആയി. ഇനി ഡ്രോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനായി എസ്കേപ്പ് പ്രസ് ചെയ്താൽ ഇതേപോലെ ക്യാൻസൽ ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ഒരു ലൈൻ നിങ്ങൾക്ക് മിസ്റ്റേക്കായി വന്ന് ആ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനായി Ctrl+Z പ്രസ് ചെയ്യാം. അപ്പോൾ Ctrl+Z പ്രസ് ചെയ്താൽ ഇതേപോലെ ഓരോ പോയിൻ്റായി നിങ്ങൾക്ക് ബാക്ക് പോകാൻ പറ്റും. ഇനി ഒരു മെഷീനെ നേരെ പകുതി മുറിക്കാനായി നമുക്ക് നൈഫ് ടൂളിൻ്റെ തന്നെ അണ്ടറിലുള്ള ഈ ബൈസെക്ട് ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ ബൈസെക്ട് ടൂൾ കൊണ്ട് ഇതേപോലെ ഈ മെഷ് സെലക്ട് ചെയ്ത് എനിക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ കാണാം. ഇതേപോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം, പിന്നെ റൊട്ടേറ്റ് ചെയ്യാം വേണ്ട ആക്സിസിലേക്ക്. പക്ഷേ മെയിൻ സെറ്റിംഗ് ഉള്ളത് നമ്മുടെ ഓപ്പറേറ്റർ പാനലാണ്. അപ്പോൾ ഓപ്പറേറ്റർ പാനൽ എക്സ്പാൻഡ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ മെയിൻ 3 ഓപ്ഷൻ കാണാൻ പറ്റും: ക്ലിയർ ഇന്നർ, ക്ലിയർ ഔട്ടർ. അപ്പോൾ നേരെ പകുതി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായി ക്ലിയർ ഇന്നർ സെലക്ട് ചെയ്താൽ ഒരു പാതി നിങ്ങൾക്ക് റിമൂവ് ആവും. പിന്നെ ഫില്ല് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് ഫില്ലായി കിട്ടുന്നതായിരിക്കും. ഇനി നേരെ മറ്റേ പകുതി മുറിക്കാനായി ഇത് ഡിസെലക്ട് ചെയ്ത് മറ്റേ ക്ലിയർ ഔട്ടർ ഇതിൻ്റെ നേരെ പകുതിയായി മറ്റേ സൈഡ് മുറിക്കുന്നതായിരിക്കും. അതേപോലെ ബൈസെക്റ്റ് ചെയ്യുന്ന ഏരിയ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇവിടെ നിന്നും മാറ്റാൻ പറ്റും. അപ്പോൾ മോഡലിങ്ങിൽ ഒരുപാട് ഉപയോഗമുള്ളൊരു ടൂളാണ് നൈഫ് ടൂളും ബൈസെക്റ്റ് ടൂളും.